ഹലോ ഗൈസ്, വെൽക്കം ടു മൈ അനദർ വീഡിയോ. കറണ്ട് ഇല്ല ഗൈസ്. ഇവിടെ ഞാൻ ഇന്നത്തെ വീഡിയോയും കൊണ്ട് വന്നത് വേറൊന്നുമല്ല. ഹായ് ഗൈസ്, പറ. സുഖാണോ? സുഖാണോ എല്ലാവർക്കും? എവിടെ പോന്നു? ആണോ? സുറ്റി അമ്മ മാത്രമാണോ പോന്നേ? ഓക്കെ. എന്നാണ്ട് വിശേഷം? ഈ സുട്ടി കുളിച്ചു പറ. ആ, അതാ അമ്മാമ്മയുടെ അപ്പയും അമ്മയും. അത് അപ്പാപ്പിയുടെ അപ്പയും അമ്മയും. ഇസൂട്ട കുളിച്ചു എന്ന് പറ എല്ലാരോടും. പുറത്ത് നിന്ന് കുളിച്ചു എന്ന് പറ. ആണോ? ഇസൂട്ടൻ കരഞ്ഞാ കുളിച്ചപ്പം? താത്തോളം വീണിട്ട് കരഞ്ഞു, അതാണ് ഈ പറയുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല. എൻ്റെ എന്തോ അമ്മ അതിന് പറയുന്നത്? സുഖചികിത്സയോ അമ്മ? എന്തോ അതിന് പറയുന്നേ? പ്രകൃതി ചികിത്സയോ? എന്തൊക്കെ പേരാണോ ഉണ്ട്. അപ്പം ഇന്ന് എൻ്റെ മറ്റേ ട്രീറ്റ്മെൻറ്റ്സ്, മസാജും കിഴിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ തുടങ്ങാൻ പോവാ. എനിക്ക് ഓൾറെഡി കുറച്ച് മരുന്ന് സംഭവങ്ങളൊക്കെ ആയുർവേദമാണ് കേട്ടോ, നമ്മുടെ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ ഇതാണ്. അപ്പം ആയുർവേദം മരുന്നും സാധനങ്ങളും ഒക്കെ ഞാൻ ഓൾറെഡി കഴിച്ചു തുടങ്ങി. അപ്പം ഒരാഴ്ചത്തേക്കുള്ള മസാജും പരിപാടിയൊക്കെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പം ഇന്ന് അതിൻ്റെ സ്റ്റാർട്ടിങ് ഡേ ആണ്. ഉച്ചയ്ക്ക് 3 മണിയാകുമ്പം അവർ വരും. നമ്മൾ പോയി ചെയ്യുമല്ല, വീട്ടിൽ വന്ന് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പം അവർ കിഴിയ സാധനമെല്ലാം ആയിട്ട് വരും. നമുക്ക് വീട്ടിൽ ഇപ്പം ഞങ്ങളുടെ മേളിൽ കിച്ചൻ്റെ അവിടെ നമ്മളൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ. ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം മേലത്തെ നിലയിൽ നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ല, അതങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുവാണ്. കിച്ചൺ പ്രത്യേകിച്ച് അവിടെ ലിവിങ് ഏരിയയും അതൊക്കെ നമ്മൾ പ്രാർത്ഥന അങ്ങനെയൊക്കെ വരുമ്പോൾ പള്ളിയിൽ നിന്ന് കുടുംബയോഗം അങ്ങനെയൊക്കെ വരുമ്പോൾ ഉപയോഗിക്കാറുണ്ട്. ഇസൂട്ടാ ബുക്കിലല്ലേ വരയ്ക്കണ്ടേ? ഇസൂട്ടയുടെ ബുക്കിൽ പോയി വരയ്ക്കുക കേട്ടോ. അപ്പോൾ അവിടെ അതങ്ങനെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ മേളത്തെ റൂമായിരുന്നു നമ്മുടെ റൂം. പക്ഷേ ഈ പ്രാവശ്യം ഞാനും ഇസൂട്ടിയും വന്നപ്പോൾ ഞങ്ങൾ എൻ്റെ പണ്ടത്തെ താഴത്തെ ആ കാണുന്ന റൂമാണ് നമ്മൾ ഉപയോഗിച്ചത്. കാര്യം AC ഒക്കെ നമ്മൾ അവിടെയാണ് വെച്ചത്. അപ്പോൾ എന്താ പറഞ്ഞുകൊണ്ട് വന്നേ? അപ്പം അവിടുത്തെ കിച്ചൺ നമ്മൾ ഉപയോഗിച്ചിട്ടേ ഇല്ല, പുതിയത് പണിഞ്ഞത് അങ്ങനെ തന്നെ കിടക്കുകയാണ്. അപ്പം അവിടെ വലിയ സ്ലാബൊക്കെ ആയിട്ടാണ് ഉണ്ട്, സെപ്പറേറ്റ് സ്ലാബായിട്ടുണ്ട്. അപ്പം അവിടെ കിടത്തിയിട്ട് അവരെന്തൊക്കെയോ കൊണ്ടുവരും. പിന്നെ അവർ സ്റ്റൗവും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരും. കാര്യം മേളിൽ ഒരു ഇൻഡക്ഷൻ കുക്കർ മാത്രമേ അമ്മച്ചി വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇൻഡക്ഷൻ കുക്കറിൽ കിഴി ചൂടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മളൊരു ഗ്യാസ് കുറ്റി മേളോട്ട് വെക്കണം. അപ്പോൾ അവർ സ്റ്റൗ അവർ കൊണ്ടുവരും. അങ്ങനത്തെ സാധനങ്ങളെല്ലാം അവർ കൊണ്ടുവരും. നമ്മൾ ഇവിടെ വീട്ടിൽ വന്ന് ചെയ്യുന്നു എന്നുള്ളതാണ് പരിപാടി. അപ്പോൾ 7 ദിവസമുള്ള ഒരാഴ്ചത്തേക്കുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് ഉള്ള 7 ദിവസം അധികം ട്രാവലൊന്നും ഇല്ലാണ്ട് റെസ്റ്റ് എടുക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. അപ്പം അതിൻ്റെ വ്ളോഗാണ് ഇത്. എനിക്ക് അവിടെ ചെന്നിട്ട് അവർ വരുമ്പോൾ എന്തൊക്കെ കവർ ചെയ്യാൻ പറ്റുമെന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ നോക്കട്ടെ. ബിക്കോസ് അത് ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം എന്തൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ടോ അതൊക്കെ എടുക്കാം, അതൊക്കെ ഞാൻ കാണിക്കാം. എന്നിട്ട് പിന്നെ ഞാൻ വിശദമായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള റിവ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ എൻ്റെ വീട്ടിലാണ്, കൊല്ലത്ത്. അപ്പം ഇവിടെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്നത്. അപ്പം ഇവിടുത്തെ ആളുകൾക്ക് എന്തെങ്കിലും ഉപയോഗം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ ആളുകൾ എന്ന് മാത്രമല്ല, കോട്ടയ്ക്കൽ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഉള്ളതാണല്ലോ. അപ്പം എല്ലായിടത്തും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച ഏതോ ഒരു ദിവസം, എനിക്ക് ദിവസം ഒന്നും ഓർമ്മയില്ല, ഇവിടെ ഇങ്ങോട്ട് വന്നത് വെള്ളിയാഴ്ചയാന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അന്ന് ഡോക്ടറുടെ അടുത്ത് പോയി കണ്ടായിരുന്നു വൈകുന്നേരം. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ എല്ലാം നോക്കിയിട്ട് എനിക്ക് നീരൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് മറ്റേ സ്റ്റീം ബാത്തിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ആ തീരുമാനം വരുന്ന അവർ നോക്കിയിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അപ്പം അന്ന് കുറേ മരുന്നൊക്കെ തന്നു വിട്ടു. പിന്നെ മുറിവെണ്ണ, പിന്നെ അല്ലാണ്ട് വേദനയ്ക്ക് തടവുന്ന എണ്ണ, അതൊക്കെ തന്നു വിട്ടു എനിക്ക് കഴുത്ത് വേദനയ്ക്കും പുറവേദനയ്ക്കും ഒക്കെ. അപ്പോൾ വേറൊന്നുമില്ല, കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മൾ ഈ ഡെലിവറി കഴിഞ്ഞതിൻ്റെയും പിന്നെ കൊച്ചിനെയൊക്കെ എപ്പോഴും എടുക്കുന്നതിൻ്റെയൊക്കെ സ്ട്രെയിനാണ്, അത്രേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ബാക്കി ഡീറ്റെയിൽസ് വെറുതെ വലിച്ചു നേരുന്നില്ല. ഇനി വരുമ്പോൾ ഓരോ ദിവസം
വെള്ളിയാഴ്ച വരെയുള്ള, വെള്ളിയാഴ്ച അല്ല ഒരാഴ്ചയാണ്, ഇന്നിപ്പോൾ മൺഡേയാണ്. അപ്പോൾ അത്രയും ദിവസത്തേക്കുള്ള അപ്ഡേറ്റ്സ് ഞാൻ പറയാം. മോനും എന്നെ മെസ്സേജ് അയച്ചിട്ട് പോയി, രാത്രി ആകുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് എണീക്കാൻ പറ്റുമെങ്കിൽ വിളിക്കാൻ. അപ്പോൾ ഞാൻ ബാക്കി വീഡിയോയിൽ കാണാം. ഹലോ ഗൈസ്, എന്നെ ഇടിച്ച് പിഴിഞ്ഞ് പൊറോട്ട കഴിക്കുന്ന പോലെ കഴിച്ചെടുത്തു ഗൈസ്. ആ ചേച്ചി തടവിയിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് പോയി. ഇനിയിപ്പോൾ അരമണിക്കൂർ ഇങ്ങനെ കിടക്കണം, എന്നിട്ടാണ് കുളിക്കുന്നത് ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും പരിപാടിയൊന്നുമില്ല. എനിക്ക് ഫുൾ ബോഡി ചുറ്റും തടവി, എണ്ണയിട്ട് തടവി, കുഴമ്പിട്ട് തടവി, പിന്നെ മുഖം മസാജ് ചെയ്തു, പിന്നെ തലയിൽ എണ്ണയിട്ട് തന്നു, കിഴി വെച്ചു, 2 കിഴി ഉണ്ടായിരുന്നു. അപ്പം അത് ഇങ്ങനെ നല്ല ചൂട് സാധനം, ഞാൻ പറയില്ല, സ്റ്റൗവിൽ ഇത് വെച്ചിട്ട് അപ്പം ചൂടാക്കി സൗണ്ട് ഇങ്ങനെ കേൾക്കാം. ആ ചൂട് സാധനം മേത്ത് വെച്ച് തന്നു. ഇന്ന് ഇച്ചിരി വേദന ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എനിക്ക് ശരിക്കും ഞാൻ ഇത്രയും കാലം വിചാരിച്ചു എനിക്ക് പുറത്തിനാണ് വേദനയെന്നാണ്. പക്ഷെ ഇന്നാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് കാലിനാണ് വേദന. കാല് തിരുമിയപ്പോൾ എൻ്റെ ദൈവമേ സൂപ്പർ വേദനയായിരുന്നു. 2 കാലും മുട്ടിന് താഴോട്ട് നല്ല വേദനയായിരുന്നു. അപ്പം ചേച്ചിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് വേദന ഉള്ളിടത്ത് തടവുമ്പോഴാണ് ശരിക്കും എക്സ്ട്രാ ഇത് തോന്നുന്നത്. അപ്പോൾ എനിക്ക് ശരിക്കും ഏറ്റവും കൂടുതൽ വേദന തോന്നിയത് മുട്ടിന് താഴോട്ട് തടവിയപ്പോഴായിരുന്നു. അതുകൊണ്ട് നല്ലോണം മുട്ടിന് താഴോട്ട് നല്ലോണം കാല് നല്ലോണം ചെയ്തു. ഓരോന്നും എനിക്ക് ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ വേദനയൊന്നും തോന്നിയില്ല, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇനിയിപ്പം ചൂടുവെള്ളത്തിൽ കുളിക്കണം. ചൂടുവെള്ളത്തിൽ കുളിക്കുക, പിന്നെ അങ്ങ് റെസ്റ്റ് എടുക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെന്താ, സോപ്പ് ഇടുന്നതിന് പകരം പയറുപൊടി അല്ലെങ്കിൽ കടലമാവ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടാൻ പറഞ്ഞു. പിന്നെന്താ, പിന്നെ അത്രയൊക്കെ ഉള്ളൂ. നല്ലതായിരുന്നു. ചൂട് കിഴി 2 എണ്ണം മാറി മാറി ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. പക്ഷെ നല്ല സുഖമുണ്ടായിരുന്നു ചൂടിങ്ങനെ ശരീരത്തൂടെ പോകുമ്പോൾ. അതുകൊണ്ട് ഞാൻ ഇനി കുളിച്ചിട്ട് വന്നിട്ട് വിശദമായിട്ട് പറയാം. വീണ്ടും വരുന്നു. വീണ്ടും വരാൻ നീയായിരുന്നു. അപ്പൊ എന്നോട് ഇസൂട്ടയുടെ റിയാക്ഷൻ, ഇസൂട്ട ഞെട്ടിപ്പോയി. സംസാരിച്ചോണ്ട് വന്നയാ, ഞാൻ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇസൂട്ട പേടിച്ചു. എന്നാടാ, ഒന്നുമില്ലേ? അമ്മയ്ക്ക് ഡോക്ടർ വന്നടാ, അമ്മയ്ക്ക് തിരുമ്പി തന്ന അമ്മയുടെ പുറം വേദനയ്ക്ക്. അതുകൊണ്ട് ഇങ്ങനെ കിടക്കുക, റെസ്റ്റ് എടുക്കുക. അത് ഇല അനങ്ങിയതാടാ, ഇലയില്ലേ ഇല, അത് അനങ്ങിയതാ. അമ്മയെ റെസ്റ്റ് എടുക്കുവാടാ. അമ്മയടുത്ത് ഇങ്ങനെ കിടക്കാൻ പറഞ്ഞു. ഡോക്ടർ വാഷിംഗ് മെഷീനാണോ അത്? ഏതാ കഴിക്കാനുള്ളതോ? ഇതാ, ഇത് കഴിക്കാനുള്ള സ്ഥലമാണോ? ഇത് അടുക്കള, അടുക്കള. നേരത്തെ എന്റെ ഫോട്ടോ കാണാൻ ഇത് തീർന്നില്ലേ? എന്താ എടുക്കുമായിരുന്നു സുട്ട? എന്താ എടുക്കുമായിരുന്നു? അമ്മയുടെ അമ്മയുടെ തോത്താനം വന്നിരുന്നു. അമ്മയുടെ അടുത്ത് പോകാൻ പാടില്ല കേട്ടോ. അമ്മയുടെ എടുക്കാനൊന്നും പറയരുത്. അമ്മയ്ക്ക് എടുത്തൂടായേ കേട്ടോ. കുറച്ച് നാളത്തേക്ക് അമ്മയ്ക്ക് എടുക്കാൻ പാടില്ല സുട്ടിനെ കേട്ടോ. അമ്മയുടെ കൈ പിടിച്ച് നടന്നാൽ മതി. അമ്മയുടെ എപ്പോഴും എടുക്കണമെന്ന് അറിയരുത് കേട്ടോ. ഉറക്കം വരണ്ടേ സുട്ടിനെ? ഉറങ്ങാൻ നമുക്ക് പോയി കിടന്നു.
ഇവിടെ കിടന്നുറങ്ങുന്നോ? ഇവിടെ കിടച്ചു ഉറക്കട്ടെ ഈശ്വരനെ. പ്രാർത്ഥിക്കണം. ഹലോ ഗൈസ്, അപ്പൊ കുളിയും ദേവാരൊക്കെ കഴിഞ്ഞു. ഇങ്ങനെ വന്നിരിക്കും തടവി കൊടുക്കാൻ വേണ്ടി. അപ്പം എനിക്ക് ആദ്യത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ ട്രൈപോഡൊക്കെ ആക്കി അവിടെ സെറ്റാക്കി കൊണ്ടുവച്ചായിരുന്നു. പക്ഷെ ഞാൻ ഇസൂട്ടീനെ ഉറക്കാൻ പോയി. ഇസൂട്ടിയുടെ കൂടെ കിടന്നുറങ്ങി. അങ്ങനെ അവർ വന്നപ്പോൾ അമ്മച്ചി വിളിച്ച് ചാടി എണീറ്റ് ചെന്നതാണ്. പിന്നെ അവിടെ നിന്ന് പ്രത്യേകിച്ചൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ തിരുമുന്ന ടൈമിൽ, നമ്മൾ ഡ്രസ്സൊന്നും ഇല്ലാണ്ടല്ലേ. അപ്പോൾ കഴിയാ ഇസൂട്ടൊരു ആയി വന്നു. സുഖാണോ? അപ്പ വെച്ചോടാ. അപ്പ ഫോൺ വെച്ചു. അപ്പൊ ജോലിക്ക് വന്നു. അപ്പൊ എനിക്കൊന്നും എടുക്കാൻ പറ്റില്ല. പറഞ്ഞ പോലെ ഞാൻ എല്ലാം പറഞ്ഞല്ലോ വിശദമായിട്ട്. അത്രയായിരുന്നു ഇന്നുണ്ടായിരുന്നത്. ഇനി നാളെ ഇതേ സമയം വരും. നാളെ ഇതേ സമയമാകുമ്പോൾ അവർ വരും. ഹലോ ഗൈസ്, അപ്പം ഇടയ്ക്ക് ഡോക്ടർ വിളിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കാം. അപ്പം ആ വഴിക്ക് പോയി. എനിക്ക് വീഡിയോ എന്തായാലും തിരുമുന്ന ടൈമിൽ എടുക്കാൻ പറ്റില്ലായിരുന്നു. അതിന് മുന്നേ എടുക്കണമെന്ന്. പക്ഷെ ഞാനങ്ങ് മറ്റേ നമ്മുടെ ഫീൽ യുവർ ബോഡി മോഡ് ഓണാക്കി. അതായത് നമുക്ക് ചൂടൊക്കെ ഇങ്ങനെ കുത്തി കയറുമ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര ശരിക്കും പറഞ്ഞാൽ സുഖം ഉണ്ടായിരുന്നു. ഇടയ്ക്ക് പൊള്ളുന്നും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയായിരുന്നു സംഭവം. എന്തായാലും ഇന്നത്തെ ഫസ്റ്റ് ഡേ 1 നല്ലതായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് മുഖത്തൊക്കെ മസാജ് ചെയ്ത് തലയൊക്കെ എണ്ണയൊക്കെ ഇട്ട് തന്നപ്പോൾ എനിക്കിങ്ങനെ ഉറക്കം തൂങ്ങി. ഇങ്ങനെ എൻ്റെ കണ്ണൊക്കെ ഇപ്പോഴും ഉറക്കം തൂങ്ങിയിരിക്കുക. കുളിച്ചതും നമ്മൾ തണുത്ത വെള്ളത്തിലല്ലല്ലോ, ചൂടുവെള്ളത്തിൽ തന്നെയല്ലേ കുളിക്കുന്നത്. നല്ല ചൂടുവെള്ളത്തിലാണ് കുളിക്കുന്നത്. അപ്പം കുളിച്ചിട്ടും ആ ഒരു ഫ്രഷ്നെസ് എന്ന് പറയാനില്ല. കാര്യം എനിക്കിങ്ങനെ ഉറക്കം വന്നിരിക്കുക. എനിക്കിനി ഒന്ന് ഉറങ്ങി എണീക്കണം. ഞാൻ ഉറങ്ങാൻ പോവാ എന്തായാലും. അപ്പം ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ പരിപാടികൾ ഇതായിരുന്നു. ഇന്നിപ്പോൾ ചെറുതായിട്ട് ശരീരവേദന ഉണ്ടാവും എന്ന് പറഞ്ഞു. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഡോക്ടർ വിളിച്ചിട്ട് ചോദിച്ചാൽ ചൂടുവെള്ളത്തിൽ കുളിച്ചായിരുന്നോ, എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ അന്വേഷിച്ചതാണ്. പിന്നെന്താ, നാളെ ഇതേ സമയം വരും. നാളെയും ഇങ്ങനെയൊക്കെ തന്നെയാണ്. വേറെ പുതുതായിട്ടൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തിരുമ്പുന്നൊന്നും എനിക്ക് കാണിക്കാൻ പറ്റൂലല്ലോ. ഇവിടെ ആരും അങ്ങനെ വീഡിയോ എടുത്ത് തരാനൊന്നും ഇല്ലല്ലോ. അമ്മച്ചപ്പായി മാത്രമല്ലേ ഉള്ളൂ. പിന്നെ മോനുണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ എങ്ങനെയൊക്കെ എടുക്കാമായിരുന്നു ഏതെങ്കിലും സൈഡിൽ നിന്നൊക്കെ. അപ്പം ഇത് ഇല്ലാത്തതുകൊണ്ട് പറ്റൂല. അപ്പം ഞാൻ കീഴിൻ്റെ ഇതൊക്കെ കാണിച്ചു തരാം. ചെയ്യുന്ന പരിപാടിയൊക്കെ പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അല്ലാണ്ട് പുതിയതായിട്ടൊന്നും ഇല്ല. ഇങ്ങനെ തന്നെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ അപ്ഡേറ്റ്സ് എടുക്കാം. പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് ഡേ ഫുൾ എക്സ്പീരിയൻസ് പറയാം. എങ്ങനെയുണ്ടായിരുന്നു എനിക്ക് ശരീരവേദന, ഓരോ ദിവസം കഴിയുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു, സുഖമുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. അപ്പം ഇത് ഇവിടെയുള്ളവരാണെങ്കിലും നമ്മുടെ നാട്ടിൽ കോട്ടയ്ക്കൽ എന്ന് പറയുമ്പോൾ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. അപ്പം ആർക്കെങ്കിലും ഒക്കെ ഉപകാരമാവുമെങ്കിൽ ഉപകാരം ആയിക്കോട്ടെ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി ബാക്കി അപ്ഡേറ്റ്സ് ഞാൻ ആഡ് ചെയ്തുകൊണ്ടിരിക്കാം. ബൈ. ഹലോ ഗൈസ്, അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇന്ന് ശരിക്കും പറഞ്ഞാൽ കാലിൻ്റെ ഞാൻ ഇന്നലെ പറഞ്ഞ സ്ഥലത്തുള്ള വേദന അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ പുതിയ കുറേ സ്പോട്ടുകളിലൂടെ കണ്ടുപിടിച്ചു. ഓ, കാണിച്ചു കൊടുക്കാനോ? ഐസ്ക്രീം ബ്യൂട്ടി കൂട്ടുകൾ ഉറങ്ങുവാടാ. മണിക്കുട്ടി അവിടെ സൈഡിൽ ആണോ? അപ്പൊ ഗൈസ്, ഇന്ന് കുറെ പുതിയ സ്പോട്ടുകൾ കണ്ടുപിടിക്കാൻ പറ്റി വേദനയുള്ള. ഇന്ന് തടവിയപ്പോൾ, പക്ഷെ ഇന്നലെ എനിക്ക് തടവിയിട്ട് ഭയങ്കര വേദന, അസ്വസ്ഥത അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. നല്ല സുഖമായിരുന്നു ഇന്നലെ. ഇന്നിപ്പോൾ ഇതുവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. തിരുമുമ്പോഴാണ് ശരിക്കും ആ വേദന എടുക്കുന്നത്, അല്ലാണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല. ഇന്നും ഏകദേശം സെയിം പ്രൊസീജിയർ തന്നെയായിരുന്നു. കുറച്ചും കൂടെ കാലാണ് ഇന്ന് ഫോക്കസ് ചെയ്തത്. കാല് കുറച്ചും കൂടെ ചെയ്തായിരുന്നു. ഇന്ന് പിന്നെ ചേച്ചി കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു. ഈ തിരുമലിൻ്റെ പല സാധനങ്ങൾ, മറ്റേ മൂക്കിൽ കൂടെ ഇത് ചെയ്യുന്ന നസ്യം, പിന്നെന്താ
എവിടെയോ 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 ഉണ്ട്. നോക്കാൻ പോയി കസേര ഉണ്ടോ, എവിടെയോ 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 ഉണ്ടോ. അയ്യോ ഇപ്പൊ നിനക്ക് അമ്മയുടെ മടിയിലിരിക്കണം. നേരത്തെ അമ്മയുടെ മടിയിരിക്കാൻ വന്നപ്പോ നിനക്ക് കസേര തന്നെ വേണം അല്ലേ? ചിന്നരിയായി ചിന്നരിയായി ചിന്നരിയായി. സുട്ടിയുടെ ചെരുപ്പ് എന്ത് ചെയ്യടാ? ആ ചെരുപ്പെടുത്തിട്ട്. ഇതാണ് അവർ കൊണ്ടുവന്ന സ്റ്റൗവ്. കുറ്റി നമ്മൾ ഇങ്ങോട്ട് എടുത്ത് വെച്ചായിരുന്നു, താഴ്ന്ന് എക്സ്ട്രാ വരണം. ഇത് രണ്ടുമാണ് കിഴി. ഇതിലാദ്യം എണ്ണ ചൂടാക്കും. കോട്ടക്കലിൻ്റെ എണ്ണ, കോട്ടക്കലിൻ്റെ എണ്ണ മുറിവെണ്ണയും പിന്നെ എന്തോ ഒരു കുഴമ്പുമാണത്. പിന്നെ അതെൻ്റെ തലയിൽ തേക്കുന്ന എണ്ണ. ഇതിലാദ്യം എണ്ണ ചൂടാക്കും, എന്നിട്ട് മേല് മൊത്തം മസാജ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഈ കിഴിയാണ് ഞാൻ പറഞ്ഞ ഈ പാത്രത്തിൽ അടുപ്പത്ത് വെച്ച് ചൂടാക്കി മാറി മാറി ഇടുന്നത്. അപ്പോൾ ഇതാണ് സെറ്റപ്പ്. ഞാൻ ഇവിടെ ഈ സ്ലാബിലാണ് ഞാൻ കിടക്കുന്നത്. ഇത് അടുക്കളയുടെ നടുക്കത്തെ അതിലാണ് ഞാൻ കിടക്കുന്നത്. അവിടെയൊക്കെ എണ്ണ. ഇത് അമ്മയുടെ സുട്ടിയുടെ വീഡിയോ. ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ ഡേ 3 ആണ്. ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖാണോ ഗൈസ്? ഇസുട്ടൻ ഭയങ്കര സുഖാന്ന് കണ്ടില്ലേ? ഹലോ ഗൈസ്, അപ്പം നമ്മുടെ ഡേ 3 ആണിന്ന്. ഡേ 3 കഴിഞ്ഞു. ഡേ 3 തിരുമ്മൽ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇന്ന് സെയിം തന്നെയായിരുന്നു, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു. ഓരോ ദിവസവും ഓരോ സ്ഥലം കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യും. മൊത്തം ചെയ്യും, പിന്നെ ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്യും. ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞ പോലെ മുട്ടിന് താഴോട്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ ദിവസം എനിക്ക് മുട്ടിൻ്റെ ഈ മേളത്തെ ഭാഗമായിരുന്നു, തൊട. ഇന്നിപ്പോൾ കൈയായിരുന്നു, കൈയും ഉണ്ടായിരുന്നു, തൊടയും ഉണ്ടായിരുന്നു. എനിക്ക് മുട്ടിന് താഴോട്ടുള്ള ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞ വേദന ശരിക്കും പറഞ്ഞാൽ കുറഞ്ഞു, മാറിയിട്ടില്ല, കുറഞ്ഞു. പക്ഷേ എനിക്ക് ഈ തൊടയിൽ, ഇടത് കാലിൻ്റെ തൊടയിൽ ഒരു പോയിന്റ് ഉണ്ട് സൈഡിൽ, അവിടെ നല്ല വേദനയുണ്ട്. എന്തുവാണോ എന്തോ. അപ്പം അത് ഇപ്പോഴും ഉണ്ട്. അത് രണ്ടാമത്തെ ദിവസം ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു. പുറമൊന്നും എനിക്ക് അത്ര അങ്ങനെ വേദനയൊന്നുമില്ല, വേറെ ഒന്നും എനിക്ക് വേദനയില്ല. ഈ കാലിൻ്റെ ഈ ഒരു പോർഷൻ മാത്രമാണ് വേദന. ഓരോ ദിവസമാണ് പുതിയ പുതിയ വേദനകൾ മനസ്സിലാവുന്നത്. എല്ലാ ദിവസവും നടുവിൻ്റെ നട്ടലിനൊരു സാധനം ഒരു ചെയ്യും, ഇങ്ങനെ വിരൽ വെച്ചിട്ട് നല്ല സുഖം. ഇങ്ങനെ അടി തൊട്ട് മേളിങ്ങനെ കഴുത്ത് വരെ ഇങ്ങനെ വന്ന് ഞെക്കി ഇങ്ങനെ ഒരു സാധനം വിടും. അത് നല്ല സുഖം. അത് ഞാൻ പറയാൻ വിട്ടുപോയായിരുന്നു. ഇനി നാളെ എന്താണ്ട് മുഖത്തിടുന്ന എന്താണ്ടൊക്കെ സാധനമൊക്കെ കൊണ്ടുവരും എന്നൊക്കെയാണ് പറയുന്നത്. എന്താണെന്നറിയത്തില്ല, എന്തൊക്കെയോ കൊണ്ടുവരും. നാളത്തെ പരിപാടി അതായിരിക്കും. അത് എൻഡിൽ അത് ഇടും. എന്നിട്ട് നമ്മൾ ഇത് തേച്ച് കഴിഞ്ഞിട്ട് എണ്ണയെല്ലാം പിടിക്കാൻ വേണ്ടി ഹാഫ് ആൻ അവർ അവിടെ കിടക്കണമല്ലോ. ആ സമയത്ത് ഇതിട്ടിട്ട് കിടന്നിട്ട് പിന്നെ കുളിക്കുമ്പോൾ കഴുകിക്കളയാനുള്ളതാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ബോറടിച്ച് തുടങ്ങി. തിരുമുമ്പോൾ സുഖമുണ്ട്, പക്ഷെ ആ ചൂടൊക്കെ വെക്കുമ്പോൾ നമ്മൾ സുഖിച്ചുറങ്ങുന്ന സെറ്റപ്പ് അല്ലല്ലോ, മസാജ് അല്ലല്ലോ. അപ്പോൾ ആ ചൂടടിക്കുമ്പോൾ ഉറങ്ങാൻ പറ്റില്ല, ഉറക്കം വന്നിരിക്കുക, എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, നമ്മൾ എണീക്കും. പിന്നെ സെയിം പ്രൊസീജിയർ തന്നെയാണല്ലോ. പിന്നെ അതല്ല എൻ്റെ പ്രശ്നം. ഇത് കഴിഞ്ഞിട്ടുള്ള ചൂടുവെള്ളത്തിലെ ഒരു കുളിയുണ്ട്. ചൂടുവെള്ളത്തിലെ കുളി ഞാൻ അവരുടെ കാനഡയിൽ ചൂടുവെള്ളത്തിലാണ് കുളിക്കുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒന്നാമത് പുറത്ത് ചൂടാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും തണുത്ത വെള്ളത്തിൽ കുളിക്കുമ്പോഴേ നമുക്കൊരു ആശ്വാസം കിട്ടുന്നത്, ഒരു തണുപ്പൊക്കെ വരുന്നത്. ഇതിപ്പോൾ ചൂടുവെള്ളത്തിൽ തന്നെ കുളിക്കണം, അപ്പോൾ ഒരു ഫ്രഷ്നെസ് അങ്ങനെ ഒന്നും എനിക്ക് തോന്നുന്നില്ല. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത സാധനം. കുളിക്കുന്ന മൊത്തത്തിൽ ഇങ്ങനെ ഒരു ചൂട് അവിയുന്ന ഒരു സാധനമാണ്, അതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്തായാലും നോക്കട്ടെ, ചെയ്തല്ലേ പറ്റൂ, ചെയ്യണമല്ലോ, നല്ല കാര്യത്തിന്. എൻ്റെ തിരുമല കഴിയുമ്പോഴത്തേ ഒരു ആശാട്ടി പറ ജോലി ചെയ്യുവാണോ? എൻ്റെ തിരുമല കഴിയുമ്പോഴത്തേ ഒരു ആശാട്ടി തുടങ്ങും അമ്മച്ചിയുടെ അടുത്ത്, അമ്മയ്ക്ക് ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കുക, അമ്മയ്ക്ക് ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അമ്മച്ചി തരട്ടെ. അത് ചൂടുവെള്ളം തരുന്നത് വരെ ആശാട്ടി അമ്മച്ചീനെ ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും, കൊടുക്കുമെന്ന് പറഞ്ഞിട്ട്. ഞാൻ തിരുമുന്ന ടൈമിൽ അമ്മച്ചി സൂട്ടനെ കുളിപ്പിക്കും, അമ്മച്ചി അപ്പായോടെ കുളിപ്പിക്കല്, താഴെന്ന് ഒച്ച കേൾക്കാം. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ അപ്ഡേറ്റ്സ്. ഇനി അടുത്ത ദിവസത്തെ അപ്ഡേറ്റ് ആയിട്ട് നാളെ കാണാം. നാളെ കാണാൻ മനസ്സിലാ നാളെ അപ്ഡേറ്റ് പറയാൻ പറഞ്ഞു. നാളെ ആവാതെയോ?
ഇതൊന്ന് ടാറ്റ പറഞ്ഞേ. ടാറ്റ. ബൈ. നാളെ കാണാം. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് പുതിയ കിഴിയായിരുന്നു. ഇത് പഴയ കിഴിയാണ്. ഇന്ന് പുതിയ കിഴി കെട്ടിക്കൊണ്ട് വന്നു. അതായത് ഇത് കൊണ്ടുവന്നപ്പോൾ നല്ല വെള്ളയായിരുന്നു. തിരുമ്പി മഞ്ഞയായി. എണ്ണയുടെ കളർ വെച്ചു. മമ്മി പള്ളി പോയി. നീ എന്തിനു തുണി വെക്കുന്നേ? ഹലോ ഗൈസ്, ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞു. ഡേ 5 ആയിരുന്നു. സൂട്ടി പതുക്കെ നില്ല. അപ്പാപ്പ വരും. നില്ലേ. പതുക്കെ ഓക്കെ. പതുക്കെ താമസിച്ച് വന്നതല്ല. ഇന്ന് കുറെ നേരം ചെയ്യുകയും ചെയ്തു. ഇന്ന് സാധാരണത്തെക്കാട്ടി കൂടുതൽ സമയം ചെയ്തു. ഹലോ ഗൈസ്, അപ്പം നമ്മുടെ ഡേ 5 എന്താ പ്രത്യേകിച്ച് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് കുറേ സമയം ഉണ്ടായിരുന്നു. സാധാരണ 1-1:15 അത്രയും സമയമാണ്. മാക്സിമം പോയ 1:30. ഇന്ന് അതിൽ കൂടുതൽ സമയം എടുത്തു. ഇന്നലെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് അർജൻറ്റായിട്ട് കുറച്ച് ജോലി തീർക്കാനുണ്ടായിരുന്നു. അപ്പം നേരെ അത് ചെയ്യാനായിട്ടിരുന്നു. പിന്നെ രാത്രിയായി പിന്നെ വീഡിയോ എടുക്കാൻ നിന്നില്ല. ഇന്നലെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അന്ന് പറഞ്ഞ പോലെ മുഖത്ത് മറ്റേ ഒരു പൊടി പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. അതിങ്ങനെ കലക്കിയിട്ട് മുഖത്ത് തേച്ച് വെച്ച് ഫേസ് പാക്ക് പോലെ എന്നിട്ട് കഴുകി കളയണമായിരുന്നു. അത് ഞാൻ രാത്രിയിലാണ് ചെയ്തത്. വൈകുന്നേരം ചെയ്യാമെന്ന് വിചാരിച്ചാൽ പക്ഷേ വൈകുന്നേരം ഈ ജോലി തിരക്കായതുകൊണ്ട് ബ്യൂട്ടി വന്നേ ഒരു ആളെ പരിചയപ്പെട്ട് തരാം. ബ്യൂട്ടി ഇങ്ങനെ വന്നേ. ഇവിടെ ഇതാണ് ബ്യൂട്ടി. സുന്ദരിയുടെ മോള്. സുന്ദരി തേണ്ട ഇവിടെ കിടക്കുന്നുണ്ട്. സുന്ദരി എവിടെ? സുന്ദരി കിടക്കുന്നു. സുന്ദരിയുടെ മോളാണ് ബ്യൂട്ടി. ഇങ്ങനെ തടവി കൊടുക്കാൻ എത്ര നേരം വേണമെങ്കിലും ആരായിട്ടെന്നറിയോ? ഒറ്റ മനുഷ്യനെ കയറ്റി നടത്തൂല. അവിടെ നിന്ന് മണത്ത് വരും. എവിടെയാണെങ്കിലും ബാക്കിൽ നിന്നാണെങ്കിലും ഒക്കെ മണത്ത് വരും. അപ്പോൾ എന്താ ഇന്നലെ അതായിരുന്നു. ഇന്നലെ അപ്പം ശരിക്കും പറഞ്ഞാൽ അപ്പം തന്നെ ഇടായിരുന്നു. പക്ഷേ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് ആവി പിടിച്ചിട്ട് അതിട്ടിട്ട് 10-20 മിനിറ്റ് കഴിയുമ്പോൾ കഴുകി കളയുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അത് കാരണം കുളിച്ച് കഴിഞ്ഞ് ഫ്രഷായിട്ട് ആവി പിടിച്ചിട്ട് അത് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇന്നലെ എക്സ്ട്രാ ആയിട്ട് അതായിരുന്നു പ്രൊസീജിയർ. ഇന്നിപ്പോൾ കുറച്ചും കൂടെ എനിക്ക് ഈ കാലിൻ്റെ ഞാൻ പറഞ്ഞില്ല തൊടയുടെ അവിടെ അത് നീർക്കട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കുറേ കോൺസെൻട്രേറ്റ് ചെയ്ത് എക്സ്ട്രാ ടൈം ഉണ്ടായിരുന്നു ഇന്ന് കുറേ നേരം. പിന്നെ ഇന്ന് പുതിയതായിട്ടെന്ന് പറഞ്ഞാൽ ഇന്ന് പുതിയ കിഴിയാണ് 2 കൊണ്ടുവന്നത്. ഞാൻ കാണിച്ചില്ലായിരുന്നു. അപ്പം ശരിക്കും ഒരു കിഴി എന്ന് പറഞ്ഞാൽ 3 മാക്സിമം 4 ദിവസമാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇന്ന് തൊട്ട് വിശക്കുവാണോ? ഒരു ഹായ് പറയുമോ? അമ്മ തരാം ഫുഡും തരാം. ഓക്കെ, ഒരു ഹായ് പറയുമോ? ഒരു ഹായ് വഞ്ഞി അറിയില്ലേ? അയ്യോ അതെന്നാണ് ഹായ് ഗായ്സ് പറ. ഇല്ലേ പിന്നെ എന്താ വേണ്ട കഴിക്കാൻ? നോക്കട്ടെ. നാരങ്ങ വെള്ളത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. പേഷ്യൻ്റെ കുളിയും പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവളുടെ ഉറക്കത്തിൻ്റെ ടൈമാണ്. അപ്പോൾ ഞങ്ങൾ ഉറങ്ങാൻ പോവാം അല്ലേ? ഞാൻ ഉറങ്ങില്ല, ഇവിടെ ഉറങ്ങും. ശരിയല്ല, ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ ഉറങ്ങും. അമ്മയാണോ കിടക്കുന്നത്? എവിടെ? സൂട്ടി അമ്മയാണ് കിടക്കുന്നത്. പക്ഷെ അമ്മ ഉറങ്ങൂലല്ലോ, സൂട്ടല്ലേ ഉറങ്ങുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ അപ്ഡേറ്റ്സ്. ഡേ 5 ആയി. ഡേ 6, 7 ഉണ്ട്. ഞാൻ ഫൈനൽ ഡേയിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പറയാം. പിന്നെ ആർക്കെങ്കിലും ഇതിൻ്റെ കോൺടാക്ട്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിലും പറഞ്ഞാൽ മതി. അമ്മ മോളെ നക്കി തടവി സ്നേഹം കാണിക്കുന്നുണ്ടായിരുന്നു വെച്ചോട്ടെ. പക്ഷെ എന്താ അല്ലേ, ലവ്
ഹലോ ഗൈസ്, അപ്പോൾ ഇത് എൻ്റെ ലാസ്റ്റ് ഡേ ഓഫ് തിരുമലാണ്, ഡേ 7. ഇത് സൺഡേ ആണ്. ഞാൻ ഇങ്ങനെയൊക്കെ ഇറങ്ങുന്നത് എന്നാന്ന് വെച്ചാൽ ഇസൂട്ടി വെളുപ്പിനെയാണ്. ഞാൻ അന്ന് പറഞ്ഞ പോലെ എല്ലാ ദിവസവും ബാക്കി 6 ഡേയ്സ് എനിക്ക് ഉച്ചയ്ക്കായിരുന്നു തിരുമാൻ വരുന്നത്. ഒരു 3 മണി ടൈമിലായിരുന്നു വരുന്നത്. പക്ഷേ സൺഡേയിൽ പള്ളിയിൽ പോകേണ്ടതായതുകൊണ്ടും പിന്നെ അന്ന് ഞങ്ങൾക്ക് മുണ്ടയ്ക്കൽ പള്ളിയിൽ, അതായത് അമ്മച്ചിയുടെയൊക്കെ അമ്മച്ചിയുടെ വീടുണ്ടല്ലോ, അവിടുത്തെ പള്ളിയിലെ പെരുന്നാളായിരുന്നു. അപ്പോൾ ഞങ്ങളെ റിലേറ്റീവ്സ് എല്ലാവരും വരണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കും പോകണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് രാവിലെ അങ്ങ് തിരുമ്മൽ പരിപാടി തീർത്ത് കഴിഞ്ഞ് പള്ളിയിൽ പോകാമെന്നുള്ള പ്ലാനിൽ രാവിലെയാണ് ലാസ്റ്റ് ഡേ വെച്ചത്. അപ്പം ഞാൻ ഇത് ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ എടുത്തത്. അപ്പം ഇതിൽ തന്നെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയാം. ഇതിപ്പോൾ ഞാൻ റെഡി ആവുക രാവിലത്തെ, അവർ വരുന്നതിന് മുന്നേ ഞാൻ എല്ലാം ഫ്രഷായി അവിടെ എല്ലാം റെഡിയാക്കി ഇടാൻ പോവുകയാണ്. ഡോറൊക്കെ മേളിൽ പോയിട്ട് അവിടെ എല്ലാം തുടച്ച് ഡോറൊക്കെ തുറന്നിട്ട് അങ്ങനെ പോയി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി ആവുകയാണ്. ഈ സൂട്ടൻ കിടന്ന് ഉറങ്ങുവാണ് ആ ടൈമിൽ. അപ്പം എൻ്റെ തിരുമ്മൽ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഭയങ്കര നല്ലതായിരുന്നു. എനിക്ക് ആവശ്യമുള്ളതായിരുന്നു. ബോഡി ഫുള്ള്, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആദ്യത്തെ ദിവസമൊക്കെ തിരുമ്മുമ്പോൾ എനിക്ക് മുട്ടിന് താഴോട്ട് വേദനയായിരുന്നു. അതൊക്കെ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എനിക്ക് തോന്നുന്നൊരു 4 അല്ലെ 5 ആയപ്പോഴത്തേക്ക് ആ വേദനയൊക്കെ പോയി. അതേപോലെ എല്ലാ വേദനയും തുടക്കത്തിൽ ഇങ്ങനെ ഓരോന്ന് കണ്ടുപിടിച്ച് വരുന്നത് ലാസ്റ്റിലേക്ക് ഉണ്ടാവില്ല. അവരെ തിരുമ്മി ഉടച്ചങ്ങ് വിടും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഇത്രയും ദിവസം ആയതുകൊണ്ട് ഈ ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന പരിപാടിയൊക്കെ അവിടെ ഓൾറെഡി ചൂടായതുകൊണ്ട് അതൊക്കെ കുറച്ചും ഇടയ്ക്ക് ബോറടിച്ച് തുടങ്ങിയായിരുന്നു, മടുപ്പായി തുടങ്ങിയായിരുന്നു. പക്ഷേ ഇതെല്ലാം നമുക്ക് ശരീരത്തിന് നല്ലതിന് വേണ്ടിയിട്ടാണല്ലോ എന്ന് വിചാരിക്കുമ്പോൾ അങ്ങ് ചെയ്യുമായിരുന്നു. കാര്യം എനിക്ക് അത്രയ്ക്ക് പുറം വേദനയുടെ വേദന എനിക്ക് ഇവിടെ കാനഡയിൽ വരുമ്പോൾ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം തിരുമ്മൽ എക്സ്പീരിയൻസ് ഭയങ്കര നല്ലതായിരുന്നു. ഇത് ഞാൻ പറഞ്ഞതുപോലെ ഞാൻ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ ചെന്നിട്ട് അവിടെ നിന്ന് ഡോക്ടർ റെഫർ ചെയ്തിട്ട് ഒരു ചേച്ചി വന്നിട്ടാണ് ഇത് ചെയ്തത്. ഞാൻ അവിടുന്ന് എന്നെ ക്യാമറയിൽ കാണണ്ടോ എന്നുള്ളതോ ഞാൻ കൈയൊക്കെ പൊക്കി കാണിച്ചു നോക്കുന്നത്. അപ്പം അവിടുന്ന് ഒരു ചേച്ചി എന്നല്ല, ഒരു ചേച്ചിയും ഹസ്ബൻഡ്, അവർ രണ്ടുപേരും ഇതേ ഫീൽഡ് തന്നെയാണ്. ഹസ്ബൻഡ് ആണുങ്ങൾക്ക് ഇതിനു വേണ്ടി പോവും, പുള്ളിക്കാരി പെണ്ണുങ്ങൾക്കും ഇത് തരും. അപ്പോൾ ഇങ്ങനെ പ്രസവരക്ഷ, അല്ലാണ്ട് വയസ്സായവർക്ക് സ്ഥിരം മാസത്തിലൊരു തവണ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയൊക്കെ തിരുമിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ അവിടുത്തെ കൊല്ലത്തെ മെയിൻ ആളുകളില്ലേ, രവിപ്പിള്ള, അങ്ങനത്തെ കുറേ ബിസിനസ് ഇതില്ലേ, അവരുടെയൊക്കെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി പോകാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ പ്രത്യേകം ഒരു ഔട്ട് ഹൗസ് പോലെ ഇതിനു വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ആ കിച്ചണിൽ നിൽക്കുന്നുണ്ട്. അതാണ് എനിക്ക് തിരുമാൻ വന്ന ചേച്ചി. നല്ല ചേച്ചിയായിരുന്നു. കുറേ വിശേഷം എല്ലാം കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ എനിക്കിതിൽ നിന്ന് മനസ്സിലായത്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് ഒരു തിരുമലിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇവരെ ഡയറക്റ്റ് വിളിക്കേണ്ട കാര്യമേ ഉള്ളൂ. നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഒരു ഇതില്ല. ഒരു മാസത്തിൽ ഒരു വട്ടം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു വട്ടം അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു വട്ടമൊക്കെ തിരുമൽ വേണമെങ്കിൽ ഇവരെ ഡയറക്റ്റ് വിളിച്ചാൽ മതി. പൈസയുടെ കാര്യത്തിലാണേലും ഇളവുണ്ടാവും ഇവരെ ഡയറക്റ്റ് വിളിച്ചാൽ. കാര്യം ഒബ്വിയസ്ലി നിങ്ങൾക്ക് ആലോചിക്കാമല്ലോ, ഡോക്ടർ റെഫർ ചെയ്തിട്ട് വിടുമ്പോൾ ഇവർക്ക് കിട്ടുന്ന ഒരു പേയ്മെൻറ്റ്, നമ്മൾ കൊടുക്കുന്ന ഒരു പേയ്മെൻറ്റിൻ്റെ ഇത്ര ശതമാനമേ ഇവർക്ക് കിട്ടത്തുള്ളൂ. ബാക്കി ഡോക്ടർ കമ്മീഷൻ പോലെ എടുക്കുമല്ലോ. അപ്പോൾ അങ്ങനത്തെ കാര്യമൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. അപ്പം നമുക്ക് വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവരെ ഡയറക്റ്റ് വിട്ടാൽ മതി. ഇനിയിപ്പം മോന് വരുമ്പോൾ ഒരു ദിവസം, മോനിന് അധികം ടൈം ഇല്ലാത്തത് കൊണ്ട് ഒരു ദിവസം ഫുൾ ഏതെങ്കിലും ഒരു വൈകുന്നേരം എല്ലായിടത്തും പോയിട്ട് വന്നിട്ട് ചെന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മോനും ഒരു ദിവസം ഫുൾ ബോഡി ആ ചേട്ടൻ തിരുമ്മി വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരെ വീട്ടിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ മറ്റേ സോന സെറ്റപ്പൊക്കെ ഇല്ലേ, സ്റ്റീം ബാത്തിൻ്റെ അതും പിന്നെ ചെറുതായിട്ടുള്ള രീതിയിൽ ഇങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെറ്റപ്പ് ഉണ്ട്. അപ്പം അത്രയായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ്. നല്ല എക്സ്പീരിയൻസ് ആണ്. ആർക്കെങ്കിലും ഇതിനെക്കുറിച്ചിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ.